തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് തിരുത്തണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായി ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഒരു മകൻ അവരുടെ വീട്ടിലെ അലമാര പരിശോധിക്കുന്ന അവസരത്തിൽ പഴയൊരു മാർക്ക് ലിസ്റ്റ് അവന് കിട്ടി. അവൻ ആ മാർക്ക് ലിസ്റ്റും കൊണ്ട് അവൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പൻ അതിനകത്ത് വായിച്ചു, ഇംഗ്ലീഷിന് 100-ൽ 12 മാർക്ക്, കണക്കിന് 100-ൽ 14 മാർക്ക്. അപ്പന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പൻ അവനോട് അതും ഇതുമെല്ലാം വിളിച്ചു പറയാനായിട്ട് തുടങ്ങി. നിനക്ക് എന്തിനാണ് വെറുതെ വിദ്യാലയത്തിൽ വിടുന്നത്, പണം തരുന്നത്, നിനേക്കാൾ നല്ലത് വല്ല വാഴ നടുകയായിരുന്നു. ഇങ്ങനെ ആ കൊച്ചിനോട് പറയാവുന്ന എല്ലാ തോന്നിവാസങ്ങളും അപ്പൻ ആ മാർക്ക് ലിസ്റ്റ് നോക്കി പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിന്നതിന് ശേഷം ഒരു ചിരിയോടുകൂടെ മകൻ അപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അപ്പ ഇത് അലമാരിയിൽ നിന്ന് കിട്ടിയതാണ്, ഇത് അപ്പൻ്റെ പഴയ മാർക്ക് ലിസ്റ്റാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ മാറി മകൻ്റെ മുമ്പിലൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടുന്ന വലിയൊരു അപരാധമാണ് ഇത്. അടുത്ത കാലത്ത് ധ്യാനം കൂടിയ ഒരാൾ, ഒരുപക്ഷെ 16 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പള്ളിയിൽ കയറാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി ഭയങ്കര വ്യത്യാസം. വീട്ടിൽ വന്ന് അയാൾ അനുദിന പ്രാർത്ഥന തുടങ്ങി. 4-5 വയസ്സുള്ള കുട്ടി പോലും കൊന്ത നമസ്കാരത്തിന് മുഴുവനും മുട്ടുകുത്തി നിൽക്കണമെന്ന് അയാൾക്ക് നിർബന്ധമാണ്. കൊച്ചിനെ തല്ലലായി ബഹളമായി, നീ ഒന്നും നന്നാകിയില്ലെന്ന് പറയാൻ തുടങ്ങുകയാണ്. അയാളുടെ കഴിഞ്ഞകാല ജീവിതമെല്ലാം അയാൾ മറന്നു പോവുകയാണ്. നാം നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് മറ്റുള്ളവരെ തിരുത്തുന്ന അവസരത്തിൽ. ലൂക്കായുടെ സുവിശേഷം 6:41 യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണാനായിട്ട് നിനക്ക് എത്ര ആഗ്രഹമാണ്, സത്യത്തിൽ നീ ആദ്യം നിൻ്റെ കണ്ണിലെ തടിയാണ് കാണേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെയുള്ള വൈരുദ്ധ്യം നിറഞ്ഞ സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ കാണാനായിട്ട് ശ്രമിക്കാം. മറ്റുള്ളവർ അവരുടെ തെറ്റുകൾ കുറ്റങ്ങൾ പറയുമ്പോൾ നാം അവരോട് അനുകമ്പ കാണിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ തെറ്റുകളും പോരായ്മകളും എല്ലാം കാണുമ്പോൾ നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും നമ്മെ തന്നെ തിരുത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കേണ്ടതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.